ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ഒരു പോസ്റ്റ് ആണ്. അതായത് ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ വളരെയധികം ന്യൂസുകളിൽ ഇടം പിടിച്ചൊരു കാര്യമായിരുന്നു അദ്ദേഹം ലഹരി കേസിൽ എന്ന നിലയിൽ ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, സെലിബ്രിറ്റി എന്ന നിലയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു രീതി അദ്ദേഹത്തിന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ വളരെ ഒരു പരാമർശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു കഴിഞ്ഞൊരു തവണ നടി വിൻസി അലൂഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ലഹരി കേസിൽ ഒരു ചെക്കിങ്ങിന് ഒരു ഹോട്ടലിൽ വന്നപ്പോൾ ആ ഹോട്ടലിൽ നിന്നും അദ്ദേഹം എടുത്ത് ചാടി ഓടിയ വീഡിയോ ഒക്കെ വളരെയധികം വൈറലായിരുന്നു ആക്ച്വലി. അപ്പം ആ ഒരു വീഡിയോനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മറ്റൊരു ന്യൂസ് വൈറലാവുന്നത്. ഇതൊക്കെ വെറും ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ റീലിലൂടെ ഷൈൻ ടോം ചാക്കോ തന്നെ പങ്കുവെക്കുന്നത്. അത് അല്ലെങ്കിൽ ഇതിനെയും ഒരു തരത്തിൽ പ്രൊമോഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ റീലിൽ കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ഹോട്ടലിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു 3ാം നിലയിൽ നിന്ന് എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. അത്രയും വരെ നമ്മൾ ആ വീഡിയോ കാണുന്നു. അതിനുശേഷം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ പൊങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു ഈ വരുന്ന ദിവസം സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് നമുക്ക് അതിനകത്തൂടെ കാണാൻ സാധിക്കുന്നത്. കേസ് വന്നപ്പോഴാണെങ്കിലും ഇതൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ വന്നിരുന്നു യഥാർത്ഥത്തിൽ. അപ്പം ആ ഒരു സിനിമയുടെ ക്രൂ തന്നെ ഇതിനു വേണ്ടി ഒരു ചീപ്പ് നാടകം ചെയ്തതാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം ആളുകൾക്ക് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്നാലും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഷൈൻ ടോം ചാക്കോ തന്നെ പറയുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു നമ്മൾ ലഹരി കേസിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരത്തിലുള്ള ഒരു ആള് ഇത്തരത്തിലൊരു വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷൻ പരിപാടി ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിലല്ലേ. പെരുമാറ്റം തന്നെ നമ്മൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിക്ക് ചേർന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല. ഇപ്പൊ അത് മാത്രമല്ല, നമ്മുടെ മലയാള സിനിമ ഇപ്പൊ കൂടുതലും ലഹരി കേസുകളിൽ കൂടുതലും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം വളരെയധികം മോശമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ആ സിനിമയിൽ തന്നെ സൂത്രവാക്യമാണ് സിനിമ എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ സൂത്രവാക്യത്തിന്റെ പ്രൊമോഷൻസ് വളരെ ഗംഭീരമായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും വിൻസി അലൂഷ്യസ് ആണെങ്കിലും സംവിധായകരാണെങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ആ ഒരു പ്രൊമോഷൻ പരിപാടികൾ വളരെ ഗംഭീരമായി നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഇറക്കിയിട്ടുള്ളത്. അപ്പം അത് എന്ത് ഉദ്ദേശത്തോടെ ആയിരിക്കാം ആ ഒരു ഇത് എടുത്തിരിക്കുന്നത് പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ഒരു കേസ് ഒതുങ്ങി ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറി സിനിമ റിലീസ് ആവുന്നു. ആ ഒരു സമയത്തും സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണോ എന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇതിനിടയ്ക്ക് വന്നിരുന്നു എന്നുള്ളതും കേസ് ഒത്തുതീർപ്പിലായത്. നടി അത്രയും വലിയ രീതിയിൽ പ്രതികരിക്കും, കേസ് എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ശക്തമായിട്ട് നിന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് വന്ന ഒത്തുതീർപ്പിലോട്ട് പോവുകയായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിന്റെ ഒരു വസ്തുത എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. എന്തായാലും ഇത്രയൊക്കെ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എങ്ങനെയാണ് ഇത്ര ചീപ്പായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊമോഷനാണ് തീർച്ചയായിട്ടും. അത് മാത്രമല്ല എന്ത് ഔചിത്യത്തോടെയാണ് ആ ഒരു കേസിന്റെ വിഷ്വൽസ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഓടിയതിന്റെയും അതിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയതിന്റെ ആയിട്ടുള്ള പോലീസിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അന്ന് നടന്ന സാഹചര്യത്തെയാണ് അവര് ഒരു പ്രൊമോഷൻ രീതിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്ത് സത്യസന്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല. എന്താണ് ഷൈൻ ടോം ചാക്കോ എല്ലാ കാര്യങ്ങളും ഭയങ്കര നിസ്സാരമായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു തമാശ രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിലപാടുകൾ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു ഭവിഷ്യത്തായിട്ട് പരിണമിക്കുക എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഇത്രയൊക്കെ ലഹരി കേസിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമാണ് വന്നിട്ട് പോലും അദ്ദേഹം കൂളായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് വിനായകന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പറയാം, ഒരുപാട് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ആ മലയാള സിനിമ ഇൻഡസ്ട്രി പിന്നീട് അവർക്ക് അവസരം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്.
ലഹരി കേസിൽ പിടിക്കാണ്ട് അതിനുള്ള വേണ്ട നടപടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ പിന്നീട് അതിനെ ആവർത്തിക്കത്തില്ല. ഇതിപ്പോ മലയാള സിനിമയെ തന്നെയാണ് കൂടുതലും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എല്ലാം നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു രീതിയാണ് ഷൈൻ ടോം ചാക്കോയുടേത്. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി എത്രത്തോളം വർക്കൗട്ട് ആകും, സിനിമ എങ്ങനെയാകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം.